ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കേരള എഗ് പഫ്സ്. എഗ് പഫ്സ് ആണ് പഫ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. നാട്ടിൽ ബേക്കറിയിൽ പോയാൽ എഗ് പഫ്സാണ് സാധാരണ എപ്പോഴും വാങ്ങിക്കാറ്. എനിക്ക് പഠിക്കുന്ന കാലത്ത് ഓർമ്മ വരും. ക്ലാസ് കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി തസ്നീം ഞങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ട് MG റോഡിൽ ഓവൻ ബേക്കറി ഉണ്ട്, അവിടുന്ന് എഗ് പഫ്സ് വാങ്ങിച്ച് കഴിക്കണ ഓർമ്മ വരും എപ്പോഴും. അപ്പോൾ ഇടയ്ക്ക് ഈ നോസ്റ്റാൾജിയ കയറുമ്പോൾ ഉണ്ടാക്കുന്ന ഐറ്റമാണ് എഗ് പഫ്സ്. നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാം. റമദാനും പറ്റിയ ഒരു ഐറ്റമാണ്. പഫ് പേസ്ട്രി വാങ്ങിച്ചാൽ മതി. വേഗം നോക്കാം. അപ്പോൾ 6 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കുന്നുണ്ട്. വെളിച്ചെണ്ണ വേണ്ട കേട്ടോ, അല്ല സൺഫ്ലവർ ഓയിൽ, റൈസ് ബ്രാൻ ഓയിൽ അങ്ങനെയൊക്കെ. എണ്ണ ചൂടായിട്ട് അതിലേക്ക് 2 തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ വെളുത്തുള്ളി നന്നായി കൊത്തി അരിഞ്ഞതാണ്, അത് ചേർത്തതിന് ശേഷം നമുക്ക് സവാള സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്യണം. ഒരു 6 ചെറിയ സൈസ് അല്ലെങ്കിൽ മീഡിയം സൈസ് സവാള. ഇതിനി കുറച്ച് നേരം എടുത്ത് ക്ഷമയോടെ ഒന്ന് വഴറ്റിയെടുക്കണം. പതുക്കെ അത് കളറ് മാറി മാറി വരും. ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം. അങ്ങനെ ആദ്യം ഉണ്ടായ സവാള ഇങ്ങനെ ചുരുങ്ങി സൈസും റിഡ്യൂസ് ആവും, സോഫ്റ്റ് ആവും, ഒരു ഗോൾഡൻ കളറാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല. ഞാൻ എൻ്റെ നാടൻ കറി മസാല, നാടൻ കേരള ഗരം മസാലയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ റെസിപ്പി ചെക്ക് ചെയ്തോളൂ. എൻ്റെ മിക്ക റെസിപ്പീസിന് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. വളരെ നല്ല ഗരം മസാലയാണ്. സ്പൈസസ് അത്ര മതി. ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. എന്നിട്ട് ഏറ്റവും അവസാനം ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. 1 ടീസ്പൂണിനേക്കാളും കൂടുണ്ട് കേട്ടോ. അത് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒക്കെ ഫ്ലേവറും ടേസ്റ്റൊക്കെ ഒന്നും കൂടി കൂടും. പിന്നെ 1/2 ടീസ്പൂൺ നാരങ്ങനീര് ഏറ്റവും അവസാനം. ഉപ്പ് പാകത്തിന് ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂണിനേക്കാളും കുറച്ച് കുറവാണ് ഇട്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ എഗ് പഫ്സിനുള്ള ഫില്ലിങ്. എഗ്ഗ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. വേറെ 6 മുട്ട വേണ്ടി വരും. അപ്പോൾ പഫ് പേസ്ട്രി ഒരു 375 മുതൽ 450 ഗ്രാം വരെയുള്ള പാക്കറ്റ് വാങ്ങിക്കുക. അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഒരുപാട് നേരത്തെ പുറത്ത് വെക്കണം. നന്നായിട്ട് ഡീഫ്രോസ്റ്റായ സോഫ്റ്റായിട്ട് വരണം. എന്നിട്ട് ഒരു ക്ലീൻ സർഫസിൽ നമുക്ക് കുറച്ച് പ്ലെയിൻ ഫ്ലവർ മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിൽ വെച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ. അപ്പോൾ ഒരുപാട് ബലം ഉപയോഗിച്ച് പരത്തരുത്. ഒന്ന് ഈവനായിട്ട് സോഫ്റ്റായിട്ട് പരത്തിക്കൊണ്ടിരിക്കുക. പതുക്കെ അത് സ്ട്രെച്ച് ആവും. ഈവനായിട്ട് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു കൊടുക്കുക, ഒരേപോലെ ഒന്ന് പരത്തി കിട്ടാൻ വേണ്ടിയിട്ട്. സൈഡൊന്നും പൊട്ടാണ്ട് നോക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ 6 മുട്ട വെച്ചിട്ടാണ് എഗ് പഫ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓരോ മുട്ട പുഴുങ്ങിയത് നടുക്ക് കൂടി സ്ലൈസ് ചെയ്യാം. അപ്പോൾ 12 എഗ് പഫ്സ് ഉണ്ടാക്കാനുള്ള ഷീറ്റാണ് നമ്മൾ പരത്തുന്നത്. അതിനനുസരിച്ചിട്ടുള്ള സൈസ് വേണം. ഒരു 15 ഇഞ്ച് 2 സൈഡിലും വരുന്ന രീതിയിൽ, ചിലപ്പോൾ കുറച്ച് കൂടുതൽ വേണ്ടി വരും. ഓരോ എഗ് പഫ്സിന് ഇതിലൊരു കൈയിൻ്റെ അത്ര നീളത്തിലുള്ളൊരു സ്ട്രിപ്പ് ആണ് വേണ്ടത്. നമ്മൾ പിന്നെ കട്ട് ചെയ്തെടുക്കും. അത് ഒരു 15-16 ഇഞ്ച് വേണം ഒരു സൈഡ്. എന്നിട്ട് നമുക്കത് ഒരു 12 ഈക്വൽ ഷീറ്റായിട്ട് ഒന്ന് കട്ട് ചെയ്യണം. ഒരുപാട് പെർഫെക്റ്റ് ആവേണ്ട ആവശ്യമില്ല. ഒരു പേസ്ട്രി കട്ടർ വെച്ചിട്ട് നമുക്കൊരു 12 ഈക്വൽ ഷീറ്റ്സ് ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, ഓരോ ഷീറ്റ് ഏകദേശം ഒരു കൈയിൻ്റെ നീളവും വീതിയാണ്.
ഇനിയിപ്പോൾ ഏറ്റവും അവസാനത്തെ ഷീറ്റിന് ഇത്തിരി വീതി കുറഞ്ഞു വേണമെങ്കിൽ കുഴപ്പമില്ല, ഒന്ന് പരത്തിയെടുത്താൽ മതി, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ 12 ഷീറ്റ് നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഒരു ഏകദേശം സെയിം സൈസ്, ഒരുപാട് പെർഫെക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഒരു ഗ്രീസ് പ്രൂഫ് പേപ്പർ ഓവൻ ട്രേയിൽ ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് വയ്ക്കാം. ഓരോന്നോരോന്നായിട്ട് ഫില്ല് ചെയ്യാം നമുക്ക്. അപ്പോൾ 6 മുട്ടയാണ് പകുതി സ്ലൈസ് ചെയ്ത് ഇതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ഫില്ലിങ്ങിൽ നിന്ന് ഒരു വലിയ ടേബിൾ സ്പൂൺ വീതം ഓരോ പേസ്ട്രിക്ക് വേണം. ഒരു സൈഡിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട്. എന്നിട്ട് എഗ്ഗ് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ആ ഏറ്റവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, സീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റേ 2 സൈഡ് സീൽ ചെയ്യേണ്ട, ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ അതിൻ്റെ ഫില്ലിങ് പുറത്തേക്ക് തൂങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ഉള്ളിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ബേക്ക് ചെയ്യുമ്പോൾ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഈ രീതിയിൽ നമുക്കെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പഫ്സ് കട്ട് ചെയ്യാനും റാപ്പ് ചെയ്യാനും 2-3 ടൈപ്പ് ഉണ്ട് എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇതാണ് ഏറ്റവും സിമ്പിൾ. പിന്നെ ഞാൻ എപ്പോഴും ഓവനിൽ നിന്ന് കഴിച്ചിരുന്ന എഗ് പഫ്സ് ഈ ഷേപ്പായിരുന്നു, അതുകൊണ്ട് ഞാനിത് തന്നെ പ്രിഫർ ചെയ്യണത്. പണ്ട് കഴിച്ചിരുന്ന ആ ടേസ്റ്റിൻ്റെ ഓർമ്മയ്ക്കാണ് ഈ മസാല ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അതേപോലെ കിട്ടിയിട്ടുണ്ട് എൻ്റെ ഓർമ്മയിലുള്ള എഗ് പഫ്സ്. ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഇന്ന് നോമ്പായിട്ട് ഒരു ഐറ്റം ഇതാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ 12 എഗ് പഫ്സ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കണം. ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. ഓവൻ 200 ഡിഗ്രി സെൽഷ്യസ് നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. ചൂടായ ഓവനിലേക്ക് നമുക്ക് ഈ ട്രേ വെച്ച് കൊടുക്കാം. അതിനു മുമ്പ് എഗ് വാഷ് വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എഗ് വാഷ് ഒരു മുട്ട എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം വെച്ചിട്ട് നന്നായി പതപ്പിച്ചെടുത്തതാണ്. ഇതൊന്ന് ലൈറ്റായിട്ട് എല്ലാ പഫ്സുമിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഓവനിൽ ഏകദേശം ഒരു താഴത്തെ റാക്കിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് ആ 200 ഡിഗ്രി സെൽഷ്യസിൽ 15 മുതൽ 20 മിനിറ്റ് വരെയും ബേക്ക് ചെയ്യണം. ഓവൻ അനുസരിച്ചിട്ട് ചിലപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാകും, ഇടയ്ക്കൊന്ന് നോക്കണം. മോൾ ഭാഗം നല്ല ഗോൾഡൻ ആയിട്ട് കിട്ടണം. അപ്പോൾ നമ്മുടെ എഗ് പഫ്സ് റെഡി ആയിട്ടുണ്ട്. ഈ പഫ് പേസ്ട്രി വാങ്ങിച്ച് ഇങ്ങനത്തെ സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റുന്നത് വലിയൊരു ഹെൽപ്പ് തന്നെയാണ്. നല്ല ഈസിയാണ്. എന്തൊക്കെ തരം ഫില്ലിങ് ഉണ്ടാക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ റെഡിയാക്കി കേരള സ്റ്റൈൽ എഗ് പഫ്സ്. ഉണ്ടാക്കി നോക്കിയാൽ വിവരം അറിയിക്കണം. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.